ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ ഒരു വെതർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പൊന്നുമില്ല, ചെറിയ തണുപ്പുണ്ട്. പക്ഷെ 9 ഡിഗ്രിയാണ്, മഴയൊക്കെയാണ്. പുറത്തൊക്കെ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്ക് നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. മഴയും തണുപ്പും കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിരിക്കും. എസ്പെഷ്യലി നമ്മൾ ഫുഡ് ഡെലിവറിയൊക്കെ ചെയ്യുന്നവർക്ക്, സ്കൂട്ടിയിൽ പോകുന്നവർക്കാണ് കേട്ടോ ഭയങ്കര റിസ്ക് ഉള്ളൊരു സംഭവമാണ്. ട്രാംവേയിലൊക്കെ മറിഞ്ഞ് വീണ് തെന്നി വീണിട്ടുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. എനിക്കും പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ളൊരു കാര്യമാണ്. സോ എന്താ പറയുക, ഓരോ ജോലികൾക്കും അതിൻ്റേതായ ഒരു കഷ്ടപ്പാടുണ്ട്. അകത്ത് നിന്നുള്ള എന്തെങ്കിലും ജോലികളാണ് കൂടുതലും ബെറ്റർ. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. ജോലി ഉണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും സന്തോഷകരവുമായിട്ടുള്ള കാര്യം. സോ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാഴ്ചത്തോളം ആയി നമ്മുടെ ഈ ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ലിസ്റ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഷെയർ ആയിട്ട് നിങ്ങളിൽ ഒരുപാട് പേരും കണ്ടിട്ടുണ്ടാവും. ഞാനും കുറച്ച് പേർക്കൊക്കെ പേഴ്സണലി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഏതൊക്കെ കമ്പനീസാണ്, 500+ കമ്പനീസ് ഉണ്ട് ആ ലിസ്റ്റിൽ. അപ്പോൾ ഏതൊക്കെ കമ്പനീസ് ആണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ആവശ്യമുള്ളവരെ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന, നിങ്ങൾ വർക്ക് പെർമിറ്റ് വെയിറ്റ് ചെയ്യുന്ന കമ്പനിയുടെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിനി അങ്ങോട്ടേക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ആ പെർമിറ്റ് റിലീസ് ആവില്ല, റിജക്റ്റ് തന്നെ ആവും, ആ പെർമിറ്റ് അപ്രൂവ് ആവില്ല. സോ നിങ്ങളുടെ കമ്പനി, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കമ്പനി ആ ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഏജൻറ്റിൻ്റെ നിന്ന് റീഫണ്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ജോബ് റെഡിയാക്കി തരാൻ പറയുക. പെർമിറ്റ് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തോ എന്നുള്ള ഒരു ഭയങ്കര ചോദ്യം ഒരുപാട് ആളുകളിൽ നിന്ന് വരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇതുവരെയും പെർമിറ്റ് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തു, പെർമിറ്റ് കൊടുക്കുന്നില്ല എന്നൊരു ഇൻഫർമേഷൻ ഒഫീഷ്യലി ഇല്ല. എവിടെയും ഒഫീഷ്യലി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് ഏജൻസിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ ഏജൻസായിട്ട് വർക്ക് ചെയ്യുന്നവർ പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർക്ക് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന റിപ്ലൈ ആണ് ഇത് എന്നാണ് അറിവ്. സോ അതുകൊണ്ട് ഏജൻസിന് മാത്രമേ അത് അറിയുള്ളൂ. അല്ലാതെ ഇപ്പം എന്നെപ്പോലെ ഒരു നോർമലായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എനിക്കറിയില്ല അങ്ങനെ ഒരു ഇൻഫർമേഷൻ. സോ നമുക്ക് നോക്കാം. ഓഫ് കോഴ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു സ്ഥലത്ത് ഞാൻ ഇതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കത് ഇതുവരെയും കിട്ടിയില്ല, എന്താണെന്നറിയില്ല. ബട്ട് ഞാൻ അവിടെ പോയി തന്നെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ക്രഷിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ എക്സ്റ്റൻഷന് കൊടുക്കുന്നവർക്ക് വേഗം കിട്ടുന്നുണ്ട്. അതേ സ്ഥാനത്ത് പുതുതായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുടെ കേസിൽ എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു തരാം. ക്രൊയേഷ്യയിൽ ക്രൊയേഷ്യയിൽ നിന്ന് വേറെ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരുന്ന ക്രൊയേഷ്യൻ സിറ്റിസൺസ് ഒരുപാട് ആളുകൾ തിരിച്ച് ക്രൊയേഷ്യയ്ക്ക് വരാൻ തുടങ്ങി. ക്രൊയേഷ്യ വേൾഡിലെ തന്നെ 6th സ്ട്രോങ്ങസ്റ്റ് പാസ്പോർട്ടുള്ള കൺട്രിയാണ് ഇപ്പോൾ. സോ എന്താ പറയുക, ഇപ്പം നമ്മുടെ കാനഡയും ഓസ്ട്രേലിയയൊക്കെ കാലും മുകളിൽ പോയിരിക്കുകയാണ് ക്രൊയേഷ്യ. അങ്ങനെ സിറ്റുവേഷനിൽ അങ്ങോട്ടൊക്കെ പോയിരുന്ന ഒരുപാട് ആളുകൾ അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ജീവിതം മടുത്തിട്ടായിരിക്കാം, പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ വേണ്ടി പീസ്ഫുള്ളായിട്ടുള്ള ഈ കൺട്രിയിലേക്ക് റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ, ജർമ്മനിയിൽ നിന്നൊക്കെ. സോ അവർക്ക് ജോലി ആവശ്യമുണ്ട്. പുറത്ത് പോയിട്ടുള്ള ഒരുപാട് ആളുകൾ കുറച്ച് നന്നായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരായിരിക്കാം, നല്ല ലാംഗ്വേജ് ഉള്ളവരായിരിക്കാം. സോ അവർ റിട്ടേൺ വരുമ്പം ബൾക്കായിട്ടുണ്ടായിരുന്ന ഒരുപാട് വേക്കൻസികൾ അവരിലേക്ക് പോവുകയാണ്. അങ്ങനെ വന്ന സ്ഥാനത്ത് വേക്കൻസി നല്ല രീതിക്ക് ചുരുങ്ങി. ഇവിടെയുള്ള സിറ്റിസൺസിന് കൊടുത്തിട്ട് മതി ഇനി പുറത്തുള്ളവർക്ക് ജോലി. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ക്രൊയേഷ്യ എന്ന ഒരു രാജ്യത്തെ യൂറോപ്പിലേക്കുള്ള എൻട്രി മാത്രമായിട്ട് കണ്ട ഒരുപാട് ആളുകളുണ്ട്. ക്രൊയേഷ്യയിൽ വന്ന് ഇറങ്ങി വേറെ രാജ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാധ്യമമായിട്ട് യൂസ് ചെയ്തു, കുറച്ച് നാൾ പിടിച്ച് നിൽക്കാനൊക്കെ വേണ്ടി മാത്രം. അപ്പോൾ അങ്ങനെ വന്നപ്പം നല്ല രീതിക്ക് ലോസ് ഉണ്ടായി. എന്നുവെച്ചാൽ ഓരോ വർഷവും ഇവരിങ്ങനെ ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് ഒരു പെർമിറ്റ് കൊടുത്ത് ഒരാളെ ഇവിടെ കൊണ്ടുവരുമ്പം ആ ആൾ ഈ രാജ്യത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നില്ല. ഇത്രയും പെർമിറ്റ് കൊടുത്തിട്ടും ആ കൊടുത്ത പെർമിറ്റിൻ്റെ ആൾക്കാരെല്ലാം തന്നെ ഇവിടെ ജോലി ചെയ്യുന്നില്ല, ഇവിടെ ജോലിക്ക് ആളില്ല വീണ്ടും. സോ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ട് ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്, പേപ്പേഴ്സ് പ്രോപ്പർ അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിൽ ജോലി കൊടുക്കാൻ പറ്റുന്ന ആളുകളെ ജോലി കൊടുക്കുക, കറക്റ്റ് ഒരു എംപ്ലോയറെ കിട്ടിയിട്ട് പറ്റുന്ന ആൾക്കാരെ ലീഗലാക്കുക എന്നുള്ളത്.
അതല്ലാത്തവരെ ഡീപ്പോർട്ട് ചെയ്ത് വിടുക, ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നല്ല രീതിക്ക് സ്ലോ ഉണ്ട്. എസ്പെഷ്യലി സാഗ്രബ് സിറ്റി സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നവർക്ക് നല്ല സ്ലോ ഉണ്ട്. അത് എത്ര ടൈം എടുക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള പലർക്കും വെരിഫിക്കേഷൻ പോലും കഴിഞ്ഞിട്ടില്ല. 8 മാസം 9 മാസം. കുറേ കമ്പനീസ് ഗവൺമെൻറ്റിനെ തന്നെ വെട്ടിക്കുന്നുണ്ട്. അതായത് വെറുതെ വർക്ക് പെർമിറ്റ് എടുത്ത ആളെ കൊണ്ടുവരുന്നത് അവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ആക്ച്വലി ആ കമ്പനിയിലേക്ക് ആൾ ആവശ്യമായിട്ടുണ്ടെന്നും ആവില്ല. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ക്രൊയേഷ്യയിലെ ഏജൻസ് ഉണ്ടാവും, നാട്ടിലെ ഏജൻസ് ഉണ്ടാവും. അവർ നോർമലി ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് വർക്ക് പെർമിറ്റ് എടുക്കുന്നതിന് 74 യൂറോ 75 യൂറോ ഉള്ളൂ. 75 യൂറോയ്ക്ക് അകത്താണ് അവർക്ക് ആകെ കൂടെ ചിലവ് വരുന്നത്. നിങ്ങൾ ഒരാളെ ജോലിക്ക് എടുക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് 6 ലക്ഷം രൂപ വാങ്ങുന്നെന്ന് നിങ്ങൾ വിചാരിച്ചോ. 6 ലക്ഷം രൂപ, ഇപ്പം 6000 യൂറോ വിചാരിച്ചോ. 6000 യൂറോയിൽ ഒരു കമ്പനിക്ക് 2000 യൂറോ, ആ 2 ലക്ഷം ഒരു കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് ബെറ്റർ അല്ലേ? 2 ലക്ഷം രൂപ ആ കമ്പനിക്ക് കൊടുക്കുന്നു, വെറും 75 യൂറോ പേയ്മെൻറ്റ് വരുന്ന ഒരു വർക്ക് പെർമിറ്റ് നിങ്ങൾക്ക് എടുത്ത് തന്നു കഴിഞ്ഞാൽ ബാക്കി പൈസ ഏജൻറ്റിന് ഇരിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണൊരു കളി. ഇപ്പോൾ ഏജൻറ്റ് ഇവിടെയുള്ള ആൾക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള വേറൊരു ക്രൊയേഷ്യൻ ഏജൻറ്റ് കാണും, അയാൾക്ക് 1000 യൂറോ കൊടുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും കുറേശ്ശെ എമൗണ്ട് കിട്ടുന്നു. ഈ കമ്പനി വെറുതെ നിങ്ങൾക്ക് ഒരു വർക്ക് പെർമിറ്റ് എടുത്ത് തരുന്നു. ഇവിടെ വന്നു കഴിയുമ്പം ഇങ്ങനെ എടുത്തു കൊടുക്കുന്ന പല വർക്ക് പെർമിറ്റുമാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് ജോലിയില്ലാത്തത്. ഏജൻറ്റ് തന്നെ ഒരു അക്കോമഡേഷൻ എടുക്കും. കാര്യം അക്കോമഡേഷൻ പ്രൂഫ് കാണിക്കാതെ VFS സബ്മിഷൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ എടുക്കുന്ന അക്കോമഡേഷനിലേക്ക് ഇങ്ങനെ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കും. കുറച്ച് നാൾ 1-2 മാസം 3 മാസം താമസിക്കും. എന്തിനാണ്? TRC കാർഡിൻ്റെ പരിപാടി ഉണ്ടെന്ന് പറയും. TRC കാർഡ് എടുത്തു കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്, എടുത്തു കൊടുക്കാത്ത കമ്പനീസും ഉണ്ട്. എടുത്തു കൊടുത്താലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യം നമ്മുടെ വർക്ക് പെർമിറ്റ് പിന്നെ അവർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. പക്ഷെ ചില ആൾക്കാരെ വർക്ക് പെർമിറ്റ് അവർ ക്യാൻസൽ ചെയ്യൂല. ഈ അക്കോമഡേഷൻ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല, നിങ്ങൾ വേറെ ജോലി നോക്കണം, അല്ലെങ്കിൽ കൊണ്ടുവന്ന ജോലിക്ക് വിടാതെ തൽക്കാലം വേറെ എന്തെങ്കിലുമൊക്കെ പാർട്ട് ടൈം ആയിട്ടുള്ള വർക്കുകൾ കണ്ടുപിടിച്ച് അതിനൊക്കെ പറഞ്ഞു വിടുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ പലർക്കും പല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഹോം ലോൺ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ പോട്ടെന്ന് വെക്കുക, ഒരു 4 മാസത്തെ അടവ് പോയാലും പിന്നെ നമുക്ക് ജോലിയായാൽ നമുക്കത് എന്തെങ്കിലും ചെയ്തെടുക്കാം, പലിശ കയറുമെന്നേ ഉള്ളൂ. അതേ സ്ഥാനത്ത് ഒരു ഇതും ഇല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായി പോവും. ഞാനത് ജസ്റ്റ് ഒരു വാർണിംഗ് എന്ന രീതിക്ക് പറഞ്ഞതാണ്. പലർക്കും അനുഭവിക്കേണ്ടി എന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള നല്ല ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നല്ല രീതിക്ക് ബുദ്ധിമുട്ടിപ്പോയ പല ആളുകളും ഉണ്ട്. നമ്മൾ എന്തെങ്കിലും പറയുമ്പം അത് എല്ലാവരെയും അല്ല കേട്ടോ പറയുന്നത്. കുറച്ച് ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും, കുറച്ച് ആളുകൾക്ക് സേഫും ആയിരിക്കും. നമുക്ക് ഒരിക്കലും ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മാത്രം. ഒരുപാട് പേര് നമുക്ക് വേക്കൻസി ഒക്കെ വരുമ്പോൾ നമ്മൾ ഇപ്പം ഞാനാണെങ്കിൽ നമ്മൾ സ്വപ്നം കാണും, നമുക്ക് ഇത്ര രൂപ ശമ്പളം കിട്ടും, പിന്നെ നമ്മൾ ഓവർ ടൈമും കൂടി ചെയ്യുമ്പോൾ ഇത്ര രൂപ കിട്ടും, ഇത്ര രൂപ ചിലവിന് പോയാൽ നമുക്ക് പിന്നെ ഇത്ര രൂപ നാട്ടിൽ അയക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാൽക്കുലേഷൻസ് ഭയങ്കരമായിട്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. സോ ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ഭയങ്കര രീതിക്കുള്ള ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കും നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ. തൽക്കാലം ഓക്കെ, നമ്മളവിടെ പോകും, എല്ലാം ഓക്കെ ആക്കും എന്ന വിശ്വാസത്തിൽ വരിക. വന്ന കാർഡൊക്കെ കിട്ടി കുറച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് എല്ലാം ഓക്കെ ആവും. ഇനിയിപ്പോൾ നമുക്ക് വരുന്ന ടൈമിൽ ഒരു ജോലി ഉണ്ടെങ്കിലും ചിലപ്പോൾ സാലറിയൊക്കെ കുറവാണെങ്കിലും ഡിസപ്പോയിൻ്റ് ആവാതിരിക്കുക. നമ്മൾ ആ കമ്പനിയിൽ പിടിച്ചു നിൽക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് വർക്ക് ചെയ്യുക. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുമ്പം നമുക്ക് തനിയെ നമ്മുടെ വഴി കണ്ടെത്താൻ പറ്റും. അതിന് ചിലപ്പോൾ 1, 2, 3 വർഷമൊക്കെ എടുത്തെന്ന് വരും. പക്ഷേ ഡസൻറ്റ് മാറ്റർ, എപ്പോഴെങ്കിലും നമുക്ക് എല്ലാം ശരിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഡെഫിനറ്റ്ലി നമ്മുടെ വർക്ക് പെർമിറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഞാൻ പെൻഡിങ്ങിൽ ഇട്ടേക്കാണ്. കാര്യം നമുക്ക് ഒഫീഷ്യലായിട്ട് ഒരു ഇൻഫർമേഷനും ഇല്ലാതെ അതങ്ങനെ പറയാൻ പാടില്ല. ഏജൻസാണ് പറയുന്നത്, നിർത്തിയെന്ന് പോലീസ് പറയുന്നു എന്നുള്ളത് പേഴ്സണലി എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല ഗൈസ്. അതുകൊണ്ട് കിട്ടിയ ഉടനെ ഞാൻ വീഡിയോ ചെയ്യും, അതുവരെ ഇല്ല, ഒന്നും പറയില്ല. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.